ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് എടുത്ത വീഡിയോയാണ്. ഇന്നലെ സ്കൂളിൽ പോകണമായിരുന്നു, കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ ഗ്രാജുവേഷൻ ആയിരുന്നു അവർക്ക്. അപ്പോൾ രാവിലെ ഞാൻ ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ചക്കയും മാങ്ങയൊക്കെ ഇപ്രാവശ്യം കുറവാണ്. പിന്നെ ചക്കയും മാങ്ങയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഇടിഞ്ചക്ക ഒരാൾ തന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുറിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പയിലേക്ക് വേവിക്കാൻ വെക്കുവാണ്. ഇത് പല രീതിയിലും തോരൻ വെക്കാം. തേങ്ങ ഇട്ടിട്ടും തേങ്ങ ഇടാതെയാണെങ്കിലും പല രീതിയിലും തോരൻ വെക്കാം. ഞാനിപ്പം പച്ചമുളകൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഒരു 10:30 സ്കൂളിലേക്ക് പോയാൽ മതി. ചേട്ടായിക്ക് പിന്നെ പുറത്തുനിന്ന് ചോറ് കഴിച്ചോളാം, ചോറ് ഉച്ചക്കത്തേക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നേ. അക്കുവിന് ഉച്ചവരെ ക്ലാസ്സുള്ള, അവൾക്കും ചോറ് കൊണ്ടുപോകണ്ട. എന്നാൽ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ. അന്നേരം ഉണ്ട് കുഞ്ഞിപ്പെണ്ണ് വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നു. എന്നിട്ട് പിന്നെ അവൾ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഞാൻ എഴുന്നേൽക്കാതെ കിടന്ന് ഉറങ്ങടി, ഇനിയിപ്പോൾ ആർക്കും ഇവിടെയും പോകണ്ടില്ല, തിരക്കൊന്നുമില്ലല്ലോ, ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൾ വിശക്കുന്നു, പിന്നെ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽപ്പിച്ച് പിന്നെ ഞാനിതാ ചോറും കറിയൊക്കെ ആക്കുക കേട്ടോ. സ്കൂളിൽ പോകേണ്ട ദിവസം വിളിച്ചാൽ എഴുന്നേൽക്കത്തില്ല, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും. ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റ് തുള്ളലും ചാടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇടിഞ്ചക്ക ഒരു വിസിലടിച്ചതേ ഉള്ളൂ, അന്നേരം തന്നെ വെന്തായിരുന്നേ. എന്നിട്ട് അത് തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയോ സവാളയോ എന്തെങ്കിലും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പം ഈ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ഇടിഞ്ചക്ക ഉണ്ടല്ലോ, അത് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തോർത്തി എടുക്കുവാണേ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചിട്ട് കടുക് വറുത്തിട്ടും ഞാനിങ്ങനെ തോരൻ വെക്കാറുണ്ട്. പച്ചമുളക് ഇട്ടിട്ടും ഇങ്ങനെ ഈ ഒരു രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. ഞാൻ മറ്റേ രീതിയിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചാലും മഞ്ഞൾപ്പൊടി ഇടാറില്ല. വല്ലപ്പോഴും ഒരു അവധിയൊക്കെ കിട്ടുമ്പോഴല്ലേ കുറച്ച് സമയം രാവിലെ കിടന്നുറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചേട്ടായി പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാമെന്ന്. പിന്നെ ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റത് കൊണ്ട് ചോറും കറിയൊക്കെ ആയായിരുന്നേ. പിന്നെ ചേട്ടായിക്കൊക്കെ ചോറ് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് അക്കു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മീൻകറി ഞാൻ തലേദിവസം വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളപ്പിച്ചൊക്കെ എടുത്തു. പിന്നെ കപ്പ വേവിച്ചതാണ് രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. കപ്പ ഞാൻ വേവിച്ചെടുത്തപ്പോൾ നല്ല പൊടിയുള്ള നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. അതുകൊണ്ട് പിന്നെ അരപ്പിട്ടില്ല, കടുകും വറുത്തൊന്നും ഇട്ടില്ല, അങ്ങനെ തന്നെ കഴിച്ചു കേട്ടോ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ബസ് നോക്കി നിൽക്കുക. ഭയങ്കര കാറ്റാണ് ഇപ്പോൾ. കുഞ്ഞിങ്ങോട്ട് നീങ്ങിയെന്നേ. സ്കൂളിലെ പ്രോഗ്രാമുകളൊക്കെ ഉച്ചവരെ ഉള്ളായിരുന്നു. ക്ലാസ് ഫോട്ടോ എടുക്കലും പിന്നെ യാത്രയപ്പം ട്രോഫി കൊടുക്കലും അങ്ങനെയൊക്കെ പിള്ളേരുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഡാൻസിന് വേണ്ടി പിള്ളേരെ പ്രത്യേകം ഒരുക്കിയിട്ടൊന്നുമില്ല. അവർ നേരത്തെ പഠിച്ചൊരു ഡാൻസ് അന്നേരം കളിപ്പിക്കുക കേട്ടോ ചെയ്തത്. അവർ ഇട്ടുകൊണ്ട് വന്ന ആ ഒരു കളർ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട്. Congratulations dear children, we are so proud of you. കുഞ്ഞു ഉണ്ണിയപ്പം കാണിച്ച് താത്തി പിടിക്കേ മതി. നടക്കൂഞ്ഞ. ഇതിന്ന് രാവിലെ എടുത്ത വീഡിയോയാണ്. ഞാനും പിള്ളേരും കൂടെ നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലേക്കൊന്ന് പോയതാണ്. അവിടെയുള്ള അയൽവക്കക്കാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. ചേട്ടായി ജോലിക്ക് പോകുന്ന കൂടെ തന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പേരൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കണ്ടത്തിൽ പയറൊക്കെ വിതച്ചേക്കുക. ഞങ്ങൾ രാവിലെ പോയിട്ട് പിന്നെ എല്ലാ വീട്ടിലും കയറി എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വൈകുന്നേരമായേ. ഈ നാട്ടിൽ 10 വർഷം താമസിച്ചത് കൊണ്ട് പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ആട്ടോ ഈ നാടിനോട്. പിന്നെ ഇവിടുത്തെ നല്ല സ്നേഹമുള്ള അയൽവക്കക്കാരും ഒക്കെയാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് പിച്ച വെച്ച് നടന്നതും പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി, വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയതും ഒക്കെ ഇവിടുന്നാണല്ലോ. അപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ എല്ലാം തുടക്കം സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കേട്ടോ. എന്താക്കും ഇപ്പോൾ പറഞ്ഞേ? പാല് മേടിക്കാൻ പോയ വഴിയോ?
ഇവിടെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഞാൻ പല പ്രാവശ്യവും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, കുറേ നാളായില്ലേ. അക്കൊരു മൊത്തം ഓർമ്മകളാണ്. ഇവിടെ കയറി വന്നുകൊണ്ടിരുന്നൊരു പഴയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊക്കെ പൊളിച്ച് കളഞ്ഞു. ഈ വീടിൻ്റെ ഒരു ഭംഗി തന്നെയായിരുന്നു ആ സ്റ്റെപ്പ്. അടുക്കളയിലെ ആ ജനലൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയായിരുന്നല്ലോ, അവിടെ ഒരു ഫൈബറിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഈ വീടിൻ്റെ ഓണർ അമ്മച്ചിയുടെ ആങ്ങളെയും കുടുംബമൊക്കെയാണ്. അവരുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെ തിരക്ക് വെച്ച് ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിണറ്റിലൊന്ന് പോയി എത്തി നോക്കി കേട്ടോ. ആദ്യമൊക്കെ കുറേ വെള്ളം കോരിയ സ്ഥലമാണ്. പിന്നെ അക്കു മീനൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന, നമ്മൾ കുളിക്കാനും അലക്കാനും ഒക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്ന കൊല്ലിയാണ്. അവിടെയും പോയി നോക്കി. അവിടെ കുറേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. മീനുണ്ട് ഇതിനകത്ത്, കുറേ കുഞ്ഞുങ്ങൾ. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കു ഇതാ മുറ്റത്തൂടൊക്കെ ഇറങ്ങി നടന്ന് ഓരോരോ വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട്. ഈ വീടിങ്ങനെ ഇച്ചിരി പൊക്കത്തിലായതുകൊണ്ട് താഴെ വഴിയെ കൂടെ പോകുന്നവരെയൊക്കെ കാണാമല്ലോ. അപ്പോൾ താഴെ വഴിയെ കൂടെ അയൽവക്കംകാരൊക്കെ പോകും. പാല് കൊടുത്തിട്ട് പോകുന്നവരും പിന്നെ വയലിൽ പണിയെടുക്കുന്നവരും പശുവിനെ ആടിനൊക്കെ തീറ്റാൻ വരുന്നവരെയൊക്കെ കാണുമ്പം അവർക്ക് അയൽവക്കംകാരെയൊക്കെ അറിയാമായിരുന്നേ. ഈ ജനലെ പിടിച്ചുകൊണ്ട് നിന്നിട്ടായിരുന്നു എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ താമസിക്കാൻ വരുമ്പോൾ നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിവിടുന്ന് താമസമൊക്കെ മാറി പോകുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ കയറുന്ന പോലെ വഴിയായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ഇപ്പം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നാളെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന കുറേ മാറ്റങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ. ഇവിടെ മുമ്പിൽ ഷീറ്റൊക്കെ ഇട്ടു, പിന്നെ സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ വെള്ളമൊക്കെ അകത്തേക്ക് വരുന്ന പോലെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ആ പെയിൻറ്റും കളറും ഒക്കെ മാറിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ പുതിയ ഓരോ താമസക്കാർ വരുമ്പോൾ വീടൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ കളറൊക്കെ മാറും. എന്നാലും എൻ്റെ മനസ്സിലെന്നും ആ പഴയ കളറും പെയിൻറ്റും ഇവിടെ കൂടെ ഓരോ പണികൾ ചെയ്തുകൊണ്ട് നടന്നതൊക്കെ കേട്ടോ ഓർമ്മയിൽ. ഈ വീടും പരിസരമൊക്കെ കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലുള്ളത്, പഴയ കൂട്ടുകാരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈ വീടും പരിസരമൊക്കെ കാണുമ്പോൾ അവർക്കും ഉണ്ടാവും ഒത്തിരി ഓർമ്മകൾ, എന്നെപ്പോലെ തന്നെ. ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഒക്കെ ഈ വരാന്തയിലൊന്നും ഇരിക്കാതെ പോകത്തില്ല കേട്ടോ. പോകാൻ ഇറങ്ങിയപ്പോൾ ഒന്ന് വരാന്തയിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ കോളേജിൻ്റെ സാഗർ സിനിമ ടാക്സിലേക്ക് ആ കലൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അവരവിടെ ഇപ്പോൾ അച്ഛനമ്മയ്ക്ക് പറ്റും. പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുള്ളപ്പോൾ ദിവസം വന്നേ. അത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് അമ്മ വെച്ചിട്ട് പതിയായി. എൻ്റെ പിന്നെ 2 പെങ്ങന്മാരുണ്ട്, 2 പെണ്ണൊരാൾ. ചെക്കൻ്റെ പിന്നെ പെണ്ണുങ്ങളെ അവിടെ പുൽപ്പള്ളി കഴിച്ചത്. എൻ്റെ ഭർത്താവ് മറ്റൊരു പോലീസ്. നടക്കു കുഞ്ഞാ. ഇവിടൊക്കെ കവുങ്ങും തെങ്ങും എല്ലാം വെച്ചിട്ടുണ്ടല്ലേ. ഇല്ലില്ല, എനിക്ക് ചായ ഒന്നും വേണ്ട. വെള്ളം ഒഴുകാതിരിക്കുകയും ചെയ്യും അല്ലേ. ചെളിയാവാതിരിക്കുകയൊക്കെ ചെയ്യും പുല്ലിട്ട് വെക്കുന്നതുകൊണ്ട്. കാന്താരിയിൽ ഇപ്പോൾ കായ്ക്കുന്നില്ല. ഞാൻ ഇന്നാൾ വന്നപ്പോൾ കുറേ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. നനയ്ക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിലും ചൂടും. അത് അമ്മായിപ്പാലത്ത് ഫാമിൽ നിന്ന് തൈ മേടിച്ചിട്ട് നടുവാ. വഴിയൊക്കെ അടിപൊളിയാ. ഇന്നാളത്തെക്കാലം വഴിയൊക്കെ തെളിഞ്ഞു. പോയിക്കൊണ്ടിരുന്നേ. കുഞ്ഞുണിക്ക് നടക്കാൻ വയ്യെങ്കിൽ വരണ്ട. വെള്ളം വരുന്ന കൊല്ലി കാണാൻ പോവാ. ഇതാ അങ്ങോട്ട് വരുന്നല്ലേ. വാട്ടർ ക്യാബേജ്. ഇത് കൊണ്ടിട്ടതാ വാട്ടർ ക്യാബേജ്. പായല് പോകും. ഇത് വൃത്തിയാക്കുന്നുണ്ടോ? തെളിഞ്ഞ വെള്ളം. പാറയുടെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവും അല്ലേ. കുടിക്കാൻ എടുക്കുവോ? അവിടെ താഴെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പോയില്ലേ? അല്ല, ഞാൻ അവിടെ അലക്കാനൊക്കെ വരികയില്ലായിരുന്നോ, അത് പോയില്ലേ? അതൊക്കെ മൂടിയോ? മൂടിയില്ലേ. ഇതുള്ളതുകൊണ്ട് ഇപ്പൊ അത് വേണ്ടല്ലോ.
പിന്നെ അവിടെ ഒരു കുഴിയായിരുന്നു, അതിലും വെള്ളമായിരുന്നു. പിന്നെ എവിടെ കുഴിച്ചാലും വെള്ളമാ. ആ നല്ല വെള്ളമുള്ള സ്ഥലമാണ്. ആ ഇത് കണ്ട് ഈ മൂല നോക്ക്, അത്രേ ഉള്ളൂ ആഴം. അപ്പം അതും കണ്ടു. അല്ല ഈ കറിവേപ്പന ഇതിൻ്റെ ഇടയ്ക്ക് ഞെരിഞ്ഞ് ആന്തൂറിയല്ലേ ഇവിടെ കൊണ്ടുവച്ചു. എല്ലാം കൂടെ കൂട്ടി അങ്ങ് വെച്ചോ? അല്ലാതെ ഇവിടെ വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല. വെള്ളം ഒഴിക്കുന്നുണ്ടോ ഇതിന്? കുളത്തിലൊക്കെ ഇപ്പോഴും നിറച്ച് വെള്ളമുണ്ടല്ലേ? മീനുണ്ടോ അതിനകത്ത്? ആ ഞാൻ പണ്ട് ഇവിടെ വന്ന് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ആ ചോളമൊക്കെ കുറേ ഉണ്ടായിരുന്നു, എല്ലാം പോയോ? ആ കുളത്തിന്റെ വരമ്പേ കൂടെ അല്ലേ ഇപ്പൊ പോകുന്നേ? ഇനി അവിടെ നിന്ന് വീഡിയോ എടുക്കാം. ആണോ? കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്. പണ്ട് പിള്ളേരൊക്കെ വന്ന് ചാടി കുളിക്കുമായിരുന്നില്ല, ഇപ്പോഴും വരുമോ? ആ അങ്ങനെ വരില്ലല്ലേ? ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം പാല് മേടിച്ചതും ഞണ്ട് പിടിച്ചതും. ഇതെന്നെ കവുങ്ങല്ലേ? ആ സൈഡിൽ കൂടില്ലേ? താഴത്തെ വരമ്പേ കൂടെ ആ പയറ് വിതച്ചിട്ടുണ്ട്. ആ എന്നാ പോട്ടെ കുഞ്ഞുണ്ണീത്ത. കുഞ്ഞിപ്പെണ്ണിനെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്കൂളിലേക്ക് പോകാം കേട്ടോ. ഇവിടെ അക്കു 1 മുതൽ 7 വരെ പഠിച്ചത്. അപ്പോൾ അക്കു ടീച്ചർമാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേഗം ഓടി പോയിട്ടുണ്ട്. പക്ഷേ ടീച്ചർമാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ഓർമ്മ പുതുക്കൽ ദിവസമായിരുന്നു. ചേട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾ ബത്തേരിയിലെത്തിയത്. പിന്നെ ചേട്ടായുടെ കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നേ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പാല് മേടിക്കാൻ വേണ്ടി വന്നതാണ്. പാലൊക്കെ അളന്ന് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമുക്കാർക്കും കവറ് പാൽ ഇഷ്ടമല്ലേ, അതുകൊണ്ട് പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പാലൊക്കെ മേടിച്ചു. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ അവിടെയുള്ള ആൾക്കാർ പറയുക, എന്നാൽ നേരത്തെ പറയണ്ട, ഞങ്ങൾ പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. സൊസൈറ്റിയുടെ ഈ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ചുകൂടെ പുറകിൽ നിൽക്കുവാണെങ്കിൽ ഈ മലകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് നിർത്തി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അന്നേരം ഓർത്തില്ല. ബസ്സുണ്ടോ? പിന്നെ വരുന്ന വഴിക്ക് പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ കുറച്ച് കടികളും വൈകുന്നേരത്തെ ചായക്കുള്ള കടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സേമിയയുടെയും പിന്നെ പപ്സും ചിക്കൻ റോളും ഒക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.